ഇയ്യോബ് അധ്യായം 29. ഇയ്യോബ് തുടർന്നു സുഭാഷിതം പാടിയത്. മുൻമാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ച നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് അവനെ കുറിച്ചുള്ള ഭയം എൻ്റെ ശിരസിനുപരി ഉണ്ടായിരുന്നു. അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുളിൽ കൂടി നടന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സംഖ്യം ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ യുവത്വം എന്നെ വലയം ചെയ്യുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തെ പോലെ ഞാനായെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ പുറപ്പെട്ടു പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്ന് വിശാല സ്ഥലത്ത് ഞാൻ ഇരുന്നപ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കുമായിരുന്നു. വൃദ്ധന്മാർ എഴുന്നേറ്റ് അത്ഭുതപ്പെടുമായിരുന്നു. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൾ കൊണ്ട് വായി പൊത്തും. അധികാരികളുടെ ശബ്ദം അടങ്ങും. അവരുടെ നാവ് അണ്ണാക്കോട് പറ്റുമായിരുന്നു. എൻ്റെ വാക്കുകേട്ട ചെവി എന്നെ വാഴ്ത്തിയിരുന്നു. എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും. ഞെരുക്കത്തിൽ നിന്ന് എളിയവനെയും അനാഥനെയും നിസ്സഹായനെയും ഞാൻ വിടുവിച്ചു. നശിക്കുമാറായവൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വരും. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷിപ്പിച്ചു. ഞാൻ സത്യത്തെ ധരിച്ച് അത് എൻ്റെ ഉടുപ്പായിരുന്നു. അത് ന്യായാധിപൻ്റെ മകുടം പോലെയായിരുന്നു. ഞാൻ അന്ധന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. ദരിദ്രന്മാർക്ക് ഞാൻ പിതാവായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ലാത്തവൻ്റെ വ്യവഹാരം പരിശോധിച്ചു. അധർമ്മിയുടെ അണപ്പല്ല് ഞാൻ തകർത്തു. അവൻ്റെ പല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു. ദരിദ്രജനത്തെ ഞാൻ രക്ഷിച്ചു. സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. കടലോരത്തെ മണൽ പോലെ എൻ്റെ ദിവസങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കും. എൻ്റെ ചില്ലികൾ വെള്ളത്തിനടുക്കൽ നടപ്പെട്ടിരിക്കുന്നു. തണൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ കൊയ്ത്തിന് വിളിക്കപ്പെടും. എൻ്റെ വില്ല് എൻ്റെ കൈകളിൽ പുതുക്കും എന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യർ എൻ്റെ വാക്ക് കേൾക്കും. എൻ്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും. എൻ്റെ വാക്കുകൾ അവർ മറക്കുകയില്ല. എൻ്റെ വാക്ക് അവർക്ക് സന്തോഷകരമായിരിക്കും. മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരുന്നു. പിന്മഴയ്ക്കെന്ന പോലെ അവർ വായ് വിളർക്കുന്നു. ഞാൻ അവരെ ഓർത്ത് ചിരിക്കും. അവർ വിശ്വസിക്കുകയില്ല. എൻ്റെ മുഖപ്രകാശത്തിൽ അവർ നടക്കുകയില്ല. ഞാൻ അവരുടെ വഴി പരിശോധിച്ച് രാജതുല്യം ഇരിക്കും. ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാരതമോർ